ഹലോ ഗൈസ്. ഞാൻ ഇന്ന് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂരിലേക്കൊരു യാത്ര പോവാണ്. തഞ്ചാവൂർ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടും എങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് പോകുന്നതെന്നും തിരിച്ചു വരുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിന്നത്. സോ അതൊക്കെ കാണാൻ താല്പര്യമുള്ളത് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. എറണാകുളത്ത് നിന്ന് 10:30 എടുക്കുന്ന എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് നമ്മൾ കയറിയത്. സോ കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ഒരു ഡയറക്റ്റ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. അത് ഈ ട്രെയിനാണ്. ഇതേ ട്രെയിൻ തിരിച്ച് തഞ്ചാവൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു 6:30 മണിക്ക് പുറപ്പെടുന്നതാണ്. നമ്മൾ ആ ട്രെയിനിലാണ് തിരിച്ചു വരാൻ ഇരുന്നത്. പക്ഷേ ട്രെയിൻ നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി, കാരണം നമ്മൾ വെയിറ്റ് ലിസ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിനാണ് വന്നത്. ഈ ഒരു 9-9:15 ആകുമ്പോൾ നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് IRCTCയുടെ തന്നെ റൂംസ് അവിടെ അവൈലബിൾ ആണ്, നമുക്ക് ഫ്രഷ്നപ്പ് ആവാനും കാര്യങ്ങൾക്കും ഒക്കെ. നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ IRCTCയുടെ റിട്ടയറിംഗ് റൂംസ് അവൈലബിൾ ആണ്. നമുക്കൊന്ന് ഫ്രഷ്നപ്പ് ആവണമെങ്കിലോ ഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിലോ ബാഗ്സ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലോ നമുക്കിവിടെ റൂംസ് എടുക്കാൻ പറ്റുന്നതാണ്. ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ റൂമാണ് എടുത്തത്. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 6 hours റൂം എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, കാരണം അവർലി ബേസിസിലാണ്. ഇപ്പോൾ 6 hours മിനിമം ആണ്. പിന്നെ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടുത്തെ ഒരു മിററിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് ഗെറ്റ് റെഡിയായി ഈ ഒരു ധാവണി എടുത്തിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം തൊട്ടടുത്തൊരു നല്ല റേറ്റിങ്ങിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടുള്ള ഒരു നടത്താണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ബിഗ് ടെമ്പിളിൻ്റെ ഒരു രീതിയിലാണ് അവരത് ചെയ്തേക്കുന്നത്. തൊട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇതാണ് നേരെ നമ്മൾ കാണുന്നൊരു വ്യൂ. ഇതിൻ്റെ ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു ആര്യഭവനുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. കാരണം അത്രയും ടേസ്റ്റി ഫുഡ്സ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുമാത്രമല്ല, ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, ഞങ്ങളിവിടെ വന്നപ്പം ഈ റെസ്റ്റോറൻറ്റിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. കാരണം സമയം ഓൾറെഡി ഒരു 11:49 ആയി. സോ നമ്മൾ സൗത്ത് ഇന്ത്യൻ മീൽസാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ വിൽ ഷോ യു ദിസ് ആഫ്റ്റർ. ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൽസ്. ഇതിനകത്ത് ഫസ്റ്റ് ഒരു ചപ്പാത്തി തരും, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. അതുമായിട്ടാണ് ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്. അതിനുശേഷം ചോറ്, പിന്നെ പരിപ്പുപൊടി, പിന്നെ ഗീ ഇടും. അത് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് കൂട്ടുകറികളുണ്ട്. അതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഇവിടുത്തെ ആൾ പറഞ്ഞു തന്നു. അതുപോലെയാണ് നമ്മളിപ്പോൾ കഴിച്ച് നോക്കിയത്. ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. 10 on 10 ആയിരുന്നു. എൻ്റെ കൂടെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും കൂടെ വാങ്ങിച്ചതാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സ്വീറ്റ്സ് ആൻഡ് ചാറ്റ്സിൻ്റെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെയാണ് ഈ ഒരു വീഡിയോസൊക്കെ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തഞ്ചാവൂർ പാലസ് ആണ്. അങ്ങോട്ടേക്ക് റാപ്പിഡോ ആപ്പിൽ ഓട്ടോ ബുക്ക് ചെയ്തപ്പം ഓട്ടോക്കാരൻ വിളിച്ചിട്ട് എക്സ്ട്രാ റേറ്റ് പറഞ്ഞു. സോ നമ്മളത് വേണ്ടെന്ന് വെച്ച് നടക്കാൻ തീരുമാനിച്ചു. വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ആദ്യമായിട്ട് വരുന്നുള്ള ആൾക്കാർക്കുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് മാക്സിമം ഷെയർ ഓട്ടോ യൂസ് ചെയ്യാൻ നോക്കുക. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് നോർമൽ ഓട്ടോസ് കൺവീനിയൻ്റ് ആണ്, ബഡ്ജറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡു ഗോ ഫോർ ദാറ്റ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കുറച്ച് എക്സ്പെൻസീവ് ഓപ്ഷൻ ആണെന്നാണ്. റാപ്പിഡോസും അങ്ങനത്തെ ആപ്സൊന്നും ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ യൂസ് ഇല്ല, കാരണം അവർ വിളിച്ചിട്ട് അവരുടെ റേറ്റ് പറയുകയാണ് ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്ന് തഞ്ചാവൂർ പാലസിലോട്ടുള്ള വഴിയിലൂടെ നടക്കുകയാണ്. നമ്മൾ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയത് കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ക്ലോസ് ആയിരുന്നു. നമ്മളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഓപ്പൺ ആയി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആ ഒരു ടൈമിങ്സ് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഇതാണ് പാലസിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചതി ഒളിഞ്ഞിരിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടിക്കറ്റ് എടുത്താലും നമ്മൾ അകത്ത് ഓരോ സ്പെസിഫിക് സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും 5 രൂപ വെച്ച് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റിൻ്റെ ഫീ കൊടുക്കണം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അതുമാത്രമല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ബാഡായിട്ടാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലെ സ്ഥലങ്ങൾ അവർ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ കാണുന്നതാണ് സരസ്വതി മഹാൽ ലൈബ്രറി. ഒരുപാട് പഴയ കാലത്തെ മാപ്സ്, ബുക്കുകൾ, അങ്ങനെ പഴയ കുറേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ന് പറയുന്നത് കുറേ, അതായത് ഡോൾസ്, സ്കൾപ്ചേഴ്സ്, ഇതൊക്കെ കുറേ ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ് നേരത്തെ കണ്ടത്. ഇപ്പം നമ്മൾ കയറി ചെല്ലുമ്പം ഇതുപോലെ ഞാൻ പറഞ്ഞ 5 രൂപ കൊടുത്ത് മറ്റേ നമ്മൾ കാണേണ്ട ഓരോ സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡും അല്ല, അപ്പം പറ്റുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് അവരെ വളരെ ഭംഗിയോടെ അവർ വരച്ചിരിക്കുന്ന ഓരോ പെയിൻറ്റിങ്സ് ആണ്. ഇത് ആ മഹാ ലൈബ്രറിയുടെ മുകളിൽ കണ്ടതാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആർട്ട് ഗാലറിയാണ്. ആർട്ട് ഗാലറിയിലാണ് ഒരുപാട് പഴയ കാലത്തെ സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്സ്, പിന്നെ ഡ്രസ്സുകൾ, കോയിൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. ആർട്ട് ഗാലറിയിലേക്ക് നടന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു അമ്പലം പോലെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഇപ്പം നമ്മൾ കാണുന്നത് രാജാവിൻ്റെ സഭയാണ്. ഇതും കയറി ചെല്ലുമ്പം തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ വാൾ പെയിൻറ്റിങ്സ്, ഇവർ ചെയ്തിരിക്കുന്ന ഓരോ ചെറിയ കൊത്തുപണികളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത് പണ്ട് ഉള്ള ഒരുപാട് വിഗ്രഹങ്ങൾ അവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാഴ്ച ഫോണിലൂടെ കണ്ടാൽ എത്രമാത്രം മനോഹരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് നേരിട്ട് കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ പോയത് നടരാജ ഹാളിലേക്കാണ്. നടരാജ വിഗ്രഹങ്ങൾ, അതായത് ഓരോരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന നടരാജ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ തഞ്ചൈ വീണ വർക്ക്സ് ആണ്. ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടും കൂടെ ആയിരുന്നു ഇത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് വീണ എന്ന് പറയുന്നത്. ആ വീണ ഒരു സ്ക്രാച്ചിൽ നിന്നുണ്ടാക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഈ ഒരു സ്ഥലത്തിനൊരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൂടെ ലഭിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ തഞ്ചാവൂർ വീണ ഈ സ്ഥലത്ത് മാത്രമേ ഉണ്ടാക്കാവൂ എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇവിടെ ഉണ്ട്. നമുക്കിവിടെ എത്തണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മുടെ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. വളരെ വാക്കബിൾ ഡിസ്റ്റൻസ് കൂടിയാണിത്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് പോയത് തഞ്ചാവൂർ പാലസ് ആയിരുന്നു. രണ്ടാമത് നമ്മളിപ്പോൾ വീണ മേക്കിംഗ് സ്ഥലത്ത് പോയി. ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ബിക്കോസ് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ശരിക്കുള്ള ബ്യൂട്ടി മനസ്സിലാവത്തുള്ളൂ. സോ ഡു വിസിറ്റ്, ഇറ്റ്സ് എ വെരി മസ്റ്റ് വിസിറ്റ് സ്പോട്ട്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ട്രിപ്പിൻ്റെ തന്നെ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള തഞ്ചാവൂർ ബൃഹടീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്കാണ്. അവിടുന്ന് നമ്മളൊരു ഓട്ടോയ്ക്കാണ് പോയത്, കാരണം ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലായിരുന്നു. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. റെയിൽവേ സ്റ്റേഷനിൽ വളരെയധികം കണക്ടിവിറ്റി ഉള്ളൊരു പോയിൻ്റാണിത്. അതുകൊണ്ട് വളരെ ആക്സസിബിൾ ആയിരുന്നു നമുക്ക് മൊത്തത്തിൽ ഈ യാത്ര. നമ്മൾ ചെരുപ്പിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ചെരുപ്പ് വെക്കേണ്ടതാണ്. ആ ചെരുപ്പ് വെക്കാൻ വേണ്ടി ഒരു പെയറിന് 5 രൂപയാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാക്കിനകത്ത് ആക്കി നിങ്ങൾക്ക് ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ പറഞ്ഞു തരും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു, ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ള ഓരോ സൊവനിയേഴ്സൊക്കെ. പിന്നീട് നമ്മൾ ഇറങ്ങി ഇവിടുന്ന് നടക്കാൻ തുടങ്ങി. ഇവർക്ക് ബാഗ് ചെക്കിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ബാഗ് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രം ആസ്വദിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് വരണം, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയം വരണം. ഒരു 10-11 മണിയൊക്കെ വരുമ്പം ഭയങ്കര ചൂടായിരിക്കും, നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതാണ് എനിക്കൊരു സജഷൻ നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ദീപാരാധന സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാനും കാര്യങ്ങൾക്കും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഉള്ള പോയിൻറ്റ്സും ഇവിടെയുണ്ട്. അടുത്ത ഭിത്തികളിൽ നമുക്ക് ഇതുപോലത്തെ ഓരോ റൈറ്റിങ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പഴയ കാലത്ത് അവർ എഴുതിയതാണ് ഇതിനൊക്കെ അപ്പുറം ഈ ടെമ്പിളിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോപുരമാണ്. ഇപ്പോഴും ആൾക്കാർക്കൊരു അത്ഭുതമാണ് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സംഭവം ഇത്ര ഹൈറ്റിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നുള്ളത്. ഓൾസോ ഈ അമ്പലത്തിന് ഷാഡോ പതിക്കാത്തൊരു അമ്പലം കൂടെയാണ്. അതും ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസിലൊന്നാണ്.
അപ്പോൾ നമ്മൾ ഈ അമ്പലം കണ്ട് തീരാൻ വേണ്ടി തന്നെ എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. തിരിച്ച് നമ്മൾ ഷെയർ ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മൾ പിന്നീട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. കാരണം തൊട്ടടുത്തുള്ള കടകൾ ഈ പറഞ്ഞ ഒരു കട മാത്രം ഉള്ളത് കാരണം. അപ്പോൾ സ്വിഗ്ഗി ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. പിന്നീട് തിരിച്ചു പോയപ്പോൾ നമ്മൾ ബോംബെ സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചിരുന്നു. അവിടുത്തെ ലഡ്ഡു നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ കാജു കട്ലിയും. ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.